എല്ലാവർക്കും വിശ്വാസംസകൾ ഒരിക്കൽ കൂടി. എന്നാന്നറിയോ, ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു പായസം ഒരു വ്യത്യാസമുള്ള പായസ. എന്നാന്ന് വെച്ചാൽ ഇച്ചിരി പാടാ ചെയ്യാനായിട്ട്. പക്ഷെ അത് എന്നാന്നറിയോ, നമ്മൾ ഈ ഒരു വിഷു സമയത്ത് ഇത്രയും ധൃതി കൂടി നിൽക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി പ്രയാസമുള്ള ഒരു പായസവും കൊണ്ട് വന്നാൽ എങ്ങനെയാ കൊച്ചെ വെക്കാൻ പറ്റുന്നതെന്നൊക്കെ ചോദിക്കാം. പക്ഷെ എന്നാന്നോ, നമ്മളൊരു ഇച്ചിരി പാടായിട്ട് തോന്നിയാലും അതങ്ങനെ എന്നാ പറയാ, ഒത്തിരി പ്രാവശ്യം വെച്ച് കഴിയുമ്പോൾ അതങ്ങ് എളുപ്പമാവും. എല്ലാ കാര്യവും അങ്ങനെ തന്നെയാ, എനിക്കറിയാം. പക്ഷെ എന്നാലും ഈ പായസത്തിന് എന്നാന്നറിയോ, ഇച്ചിരി പണികളുണ്ട്. അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് നമുക്കൊരു ഇച്ചിരി വെള്ളം അടുപ്പേ വെച്ച് തിളയ്ക്കാൻ വെച്ച് ബാക്കി വർത്താനം പറയാവേ. കുറച്ച് പണി എന്നാന്നറിയോ, വെള്ളമൊക്കെ ആദ്യം തിളപ്പിച്ചേച്ച് എന്നാ പായസം വെക്കാൻ പോകുന്ന, പാലല്ലേ തിളപ്പിക്കണ്ടേ എന്നല്ലേ തോന്നുന്നേ. പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്ന പായസം എന്നറിയോ, പാൽ കൊഴുക്കട്ട പായസം എന്ന് പറയും. ഇത് സ്പെഷ്യലാണ്, ഇതുവരെ നമ്മൾ ആരും കേട്ടിട്ടില്ല. പക്ഷെ ഇത് പഠിപ്പിച്ച ആരാന്ന് അറിയാവോ? ഒരു സ്പെഷ്യൽ ആളാവുന്ന എന്നെ പഠിപ്പിച്ചേ. വേറെ ആരുമല്ല, നമുക്ക് മലയാളികൾക്ക് എല്ലാം പ്രിയങ്കരനായ ഒരു നമ്മുടെയൊക്കെ ഫേവററ്റ് ആക്ടറായ ആസിഫ് അലിയുടെ മദർ ഇൻ ലോയ എന്നെ ഇത് പഠിപ്പിച്ചേ. സന്തോഷമായല്ലോ എല്ലാവർക്കും. എന്നറിയോ, ചേച്ചിയോട് വർത്താനം പറയണം. എന്നാ രസമാണെന്നറിയോ വർത്താനം കേൾക്കാനായിട്ട്. ഞാനിപ്പോ എന്നാ രസം ചേച്ചിയെ പറ്റി ഇങ്ങനെ പറയുമ്പോഴത്തേന് എല്ലാവരും വിചാരിക്കും എല്ലാവർക്കും പരിചയമില്ല, പക്ഷെ ചേച്ചി എന്നാന്ന്. ആ ക്യാരക്ടർ എന്നാന്ന് വെച്ചാല്, ഇപ്പം നമ്മളിപ്പോ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, എല്ലാം നമ്മൾ സ്ത്രീകൾ ചെയ്യാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ ഈ ചേച്ചിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും അല്ലാതെ ഇതുപോലെ ചെയ്യുന്ന ചേച്ചിമാരുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പുള്ളിക്കാരത്തുണ്ടല്ലോ, ഇപ്പം ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോയി കഴിഞ്ഞാൽ ആ ചെടിയിൽ എന്നതേലും അഴുക്കോ ചെളിയോ എന്നതേലും ഇരിക്കുവാന്നേൽ പിള്ളേരെ കുളിപ്പിക്കുന്ന കൂട്ട് തന്നെ ആ ചെടിയുടെ ഇലയൊക്കെ ഒന്ന് കഴുകി അതിനെയും കുളിപ്പിച്ചൊക്കെ വൃത്തിയാക്കി അതിനോട് രണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാവരെയും സ്നേഹിക്കാൻ ഒരുപാട് തുറന്ന മനസ്സുള്ള ഒരു ചേച്ചിയാണ്. അത് ശരിക്കും എന്നാന്നോ, നമ്മൾ പുള്ളിക്കാരത്തിനടുത്ത് വർത്താനം പറയുമ്പോൾ, ഈ പറഞ്ഞ ഞാൻ എൻ്റെ ഒരു ഉദാഹരണം തന്നെ പറയാം. പുള്ളിക്കാരത്തിയോട് വർത്താനം പറയുമ്പോഴത്തേനുണ്ടല്ലോ, എനിക്ക് ചിലപ്പോൾ എൻ്റെ ഒരു മൂത്ത ചേച്ചിയായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു അമ്മയായിട്ടോ എന്നെ പറയാൻ അറിയാൻ മേല. എനിക്ക് സത്യം, നമ്മൾ പരിചയപ്പെടുന്ന ഓരോ വ്യക്തികൾക്കും, എനിക്ക് തോന്നുന്നു പുള്ളിക്കാരത്തെ അറിയാവുന്ന ഓരോ വ്യക്തികൾക്കും വീട്ടിൽ ചെന്നാലും അതെ, എന്നാ കരുതലാന്നറിയോ പുള്ളിക്കാരത്തി തരുന്നേ. അത് ഈ പറഞ്ഞ പോലെ ഏറ്റവും പിടിക്കുന്നറിയോ, ഞാനൊക്കെ ഇച്ചിരി പാചകം എനിക്കറിയത്തുള്ളൂ, ഒത്തിരി ഒന്നും അറിയത്തില്ല. പക്ഷെ പുള്ളിക്കാരത്തിയുടെ കൈ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ പഴക്കം ചെന്ന കൈയില്ലേ, അറിയാം പുള്ളിക്കാരത്തിക്ക് ഇന്നത് വെച്ച് എന്നാ ചെയ്യണം എന്നുള്ളത് പുള്ളിക്കാർക്ക് നല്ല നിശ്ചയമാണ്. അതൊക്കെയാന്ന് ഞാൻ പറയുന്നത് റിയൽ പാചക വിദഗ്ധകൾ എന്നൊക്കെ പറയത്തില്ലേ, അത്ര നല്ല കൈ. പിന്നെ എന്നാന്നറിയോ, ഭഗവാൻ അറിഞ്ഞ ആ കൈകൾക്ക് അനുഗ്രഹം കൊടുത്തിരിക്കുക, എന്ന് വെച്ചാൽ കൈപുണ്യം എന്നൊക്കെ പറയില്ലേ, ആ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തികളിൽ ഞാനും കൂടും കേട്ടോ. അതിനകത്ത് അത്ര നല്ല മനസ്സുള്ള ചേച്ചിയാണ്. ആ ചേച്ചിയാണ് ഇന്ന് എനിക്ക് ഈ പായസം പറഞ്ഞു തന്നത്. അപ്പം ഞാനിത് ചെയ്ത് നോക്കി, ഒരു ക്വൈറ്റ് ഡിഫറെൻ്റ് കേട്ടോ. ഇത് ചേച്ചി പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് പാലിലുണ്ടാക്കാം, ശർക്കരയിലുണ്ടാക്കാം. ഈ നമ്മുടെ ഒരു നാവിൻ്റെ രുചി ഏതാ, ചിലർക്ക് പാൽപ്പായസം ഭയങ്കര ഇഷ്ടമാണ്, ചിലർക്ക് ശർക്കര പായസം ഭയങ്കര ഇഷ്ടമാണ്. ഏതായാലും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എങ്ങോട്ടും ഇടാൻ പറ്റുന്ന ഒരു പായസമാണ് ഇന്ന് ഈ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പാൽ കൊഴുക്കട്ട എന്ന് പറയുമ്പം കൊഴുക്കട്ടയ്ക്ക് നമ്മൾ കുഴച്ചേ ഒക്കത്തുള്ളൂ. അപ്പം ഞാൻ ആദ്യം ആ പണി അങ്ങ് തുടങ്ങാവേ. വിഷുവിന്റെ ഈ ഒരുക്കങ്ങളുടെ ഇടയിലൊന്നും ഈ പായസം നടക്കുകയില്ല. പക്ഷെ എന്നാലും പിള്ളേരുടെ ഒരു പിറന്നാളോ എന്നതേലും ഒക്കെ ഒന്ന് വിശേഷം വരുവാന്നേലും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. കാര്യം ട്രൈ ചെയ്യാൻ ഞാൻ പറയുന്നത് എന്നാന്നറിയോ, പുള്ളിക്കാരത്തി അത്രയും നല്ല നിറ മനസ്സോടെയാണ് നമുക്ക് ഏതൊരു കാര്യവും പറഞ്ഞു തരുന്നത്. എന്നാന്ന് വെച്ചാൽ, ഞാൻ പൊതുവേ എനിക്ക് കിട്ടിയൊരു അറിവിൽ ഞാൻ പറയുവാന്ന്, നമുക്ക് എന്നതേലും ഒരു അറിവുണ്ടെങ്കിൽ അത് ശരിക്കും നമ്മൾ നെക്സ്റ്റ് ഒരു ജനറേഷനോ അല്ലെങ്കിൽ അടുത്തൊരാൾക്കോ പറഞ്ഞു കൊടുക്കണം. കാര്യം എൻ്റെ ഒരു ഗുരുസ്ഥാനിയായ ഒരു അമ്മയുണ്ട്. ആ അമ്മ എപ്പോഴും പറയുന്ന അറിവുകൾ എപ്പോഴും എന്താ പറയുക, സെമിട്രിയിലാണ് പോകുന്നത്. കാര്യം എന്നാന്നറിയോ, നമുക്കൊരു അറിവുണ്ട്, അത് നെക്സ്റ്റ് ഒരാൾക്ക് പകർന്നു കൊടുക്കാതെ അവർ മൺമറഞ്ഞു പോവുകയാണ്. അപ്പം എന്നാന്നറിയോ, ആ അറിവും എല്ലാം അവിടെയാ പോകുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ നെക്സ്റ്റ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക നമ്മുടെ അറിവ്. അത് ഇങ്ങനെ തലമുറകളായിട്ട് പോകുന്നതല്ലേ നല്ലേ. ഈ സെയിം വർത്താനം ഞാൻ ചേച്ചിയുടെ വായിന്ന് കേട്ടതാ. ചേച്ചി പറയുന്നത് അറിയാം, എന്നാത്തിനാ മോളെ അങ്ങനെ ചെയ്യുന്നേ, നമുക്കുള്ള ഒരു കൈപുണ്യോ അല്ലെങ്കിൽ അറിവോ അല്ലെങ്കിൽ ഒരു പാചകത്തിലേക്കോ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് എന്താ തെറ്റ്. പക്ഷെ മിക്ക പേരും ഞാൻ പറയാലോ, ഞാൻ പരിചയപ്പെട്ടതിൽ കുറേ പേർക്ക് കുറേ പാചകം അറിയാം. അപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന എന്നതേലും ഒരു ഭക്ഷണം കേട്ടുകഴിഞ്ഞാൽ ഞാൻ ഉടനെ ചോദിക്കും, ചേച്ചി ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ചില സമയത്ത് ചിലർ എന്നോട് ഉഴപ്പി പറഞ്ഞവരുണ്ട്, ചിലർ നല്ല മനസ്സോട് പറഞ്ഞവരുണ്ട്. ഇല്ലാന്നൊന്നും ഞാൻ ഒരിക്കലും വല്ല. പക്ഷെ ഏറ്റവും കൂടുതൽ നിറവോടെ
തൃപ്തിയോടെ നമ്മൾ ചെയ്യണം, നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞു തന്ന വ്യക്തികളിൽ ഒരാൾ ഈ ചേച്ചി തന്നെ കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അഫ്കോഴ്സ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഐഡന്റിറ്റി ഒക്കെ ആസിഫിന്റെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും ആസിഫിനെ നമ്മളൊന്ന് ഇച്ചിരി മാറ്റി നിർത്തി ആസിഫിനെ നോക്കാതെ ചേച്ചിയെ മാത്രം നമ്മൾ എടുക്കുവാന്നേലും ചേച്ചി ഏറ്റവും നല്ല മനസ്സുള്ള ഒരു ചേച്ചി കേട്ടോ, ശരിക്കും. അതേപോലെയാണ് മോളും. നമ്മൾ വീട്ടിൽ ചെന്നാലും ഒക്കെ എന്നാ കരുതലാന്നറിയാവോ. അതും ഈ പറഞ്ഞ പോലെ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുവല്ലേ, എന്നാ വീട്ടിൽ ആരേലും വിരുന്ന് വന്ന എന്നതേലും കഴിപ്പിച്ചേച്ചേ വിടാവുള്ളൂ, ഊട്ടിയേ വിടാവുള്ളൂ എന്നൊക്കെ പറയല്ലേ. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഉദാഹരണമായിട്ടും ചേച്ചീനെ ഭയങ്കരമായിട്ട് എടുക്കാം. എന്നാൽ ഇപ്പോഴത്തെ ജനറേഷനുമായിട്ട് ഭയങ്കര അടിച്ചുപൊളിയാന്നോ ആന്നു, പക്ഷെ എന്നാൽ ട്രഡീഷണലും കൾച്ചറും എല്ലാം ചേച്ചി ഒന്നും മറന്നിട്ടില്ല. അതെല്ലാം പാലിച്ചുകൊണ്ട് ഇന്നത്തെ പിള്ളേരോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിത്വം. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു പ്രാവശ്യം നമ്മുടെ ആനീസ് കിച്ചണിലെ ചേച്ചിയെ കൊണ്ടുവരാം. ഈ പറഞ്ഞ പോലെ എല്ലാവരും പറയും ഞാൻ ഏറ്റവും കൂടുതൽ വർത്താനം പറയുന്ന ഗസ്റ്റിനോട് വർത്താനം പറയാൻ സമ്മതിക്കാറുണ്ട്. ഇതിപ്പോൾ നേരെ തിരിച്ചായിരിക്കും ചേച്ചി വരുമ്പോൾ. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഇട്ട പൊടി എന്നാന്നറിയോ, ഇതിപ്പോൾ ഇടിയപ്പ പൊടിയാ, നമ്മൾ മേടിക്കുന്ന പൊടിയായാലും മതി, അതല്ല നമ്മൾ വറുത്ത് പൊടിക്ക് വന്നേലും അത് മതി. അതിനകത്തോട്ട് ഇച്ചിരി നെയ്യ്, ഇതിനാവശ്യമുള്ള ഉപ്പ്. ഈ പൊടിക്ക് എത്ര വേണ്ടെന്ന് വെച്ചാൽ അത്ര ഉപ്പ് മതി. അത് ഈ സ്പൂണേലൊന്നും ഇട്ടാൽ പറ്റിയല്ല, ഈ കയ്യിലിട്ടാലേ ഒക്കത്തുള്ളൂ. ഒരു ഇച്ചിരി ഇട്ടിട്ടുള്ളൂ, കാര്യം പായസമല്ലേ. പിന്നെ കൊഴുക്കട്ടയിൽ ഉപ്പ് വേണമെന്ന് ചോദിച്ചാൽ ആ ഉപ്പ് മാത്രം മതി. സാധാരണഗതിയിൽ പായസത്തിന് ഇച്ചിരി രുചി കൂടാനായിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പ് ചേർക്കും. അത് ഒത്തിരി ഉപ്പല്ല, ഒരു നുള്ളു ഉപ്പൊക്കെ. അപ്പം ആ ഒരു ഉപ്പ് ഇത് മതിയാവേ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഇതിനിപ്പോൾ ചിലർക്ക് ആവശ്യം, ചിലർക്ക് ഇഷ്ടം എന്നാന്നറിയാവോ, ജീരകം ഇടുന്നത് ഇഷ്ടമാണ്. അത് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഞാൻ ഇട്ടില്ല. ഇനി നമ്മൾ കോഴിക്കട്ട ഉണ്ടാക്കുന്ന സാധാരണ വീടുകളിൽ ഉണ്ടാക്കുന്ന ഇച്ചിരി മുഴുത്തതല്ലേ, നമ്മൾ അത്രയും വലുപ്പത്തിൽ ഉണ്ടാക്കല്ല. നമുക്ക് ഏറ്റവും വേണ്ടിയത് ഏറ്റവും ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കണം. പക്ഷെ വെറും കൊഴുക്കട്ടയല്ല, അതിനകത്തോട്ട് നമ്മൾ ഒരു ഇച്ചിരി തുറു വെച്ചേച്ചാ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതിനകത്ത് ഫില്ലിംഗ് ഉള്ളപ്പം അത് മൂടാനായിട്ട് ഒരു ഇച്ചിരി പ്രയാസമല്ലേ. അതുകൊണ്ട് അത് ഫില്ലിംഗ് വെച്ചേച്ച് അതിനെ ഉണ്ട ഉരുട്ടാൻ പറ്റണം. അതേപോലത്തെ വലുപ്പത്തിലെടുത്തു. അത് ചിലപ്പോൾ ചിലർക്ക് ഭയങ്കര നല്ല എന്നാ പറയുക കൈവിരുതാ ചെറിയായിട്ട് ഉണ്ടാക്കി വെച്ച് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ ഞാൻ ഇന്ന പോലെ എന്ന് പറയുകയല്ല, കാര്യം ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ. ഞാൻ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കുന്നതായിരിക്കും എല്ലാത്ത പ്രാവശ്യത്തേക്ക്. അപ്പം മുഴുപ്പ് ചിലപ്പോൾ വലുതായിരിക്കും, ചിലപ്പോൾ ചെറുതായിരിക്കും, ഇറ്റ് ഡിപ്പെൻസ്. അങ്ങനെ നോക്കണ്ട. പക്ഷെ ഇത് പൊട്ടിപ്പോകരുത് നമ്മൾ ഉണ്ട ഉരുട്ടുമ്പോഴത്തേന്. ഇനിയിപ്പോൾ ഇത് ചൂടോടെ എന്തായാലും എനിക്ക് ഉണ്ട ഉരുട്ടാൻ ഒക്കുകയല്ല. അതുകൊണ്ട് ഇച്ചിരി നേരം ഇതൊന്നിരുന്ന് ആറട്ടെ. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ സെയിം പാനയിൽ തീ അങ്ങോട്ട് കത്തിച്ചേച്ച് ഈ ഉള്ള വെള്ളം പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി നെയ്യ് ഒഴിച്ച് ഇതിനകത്ത് വെക്കേണ്ട തുറൂല്ലേ, അതായത് ആ ഫില്ലിംഗ് ഉണ്ടാക്കണം. അപ്പം അത് ആദ്യം ചെയ്യാൻ പോവാ. അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഈ മാവ് ഒന്ന് കുഴച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ മയം ഒരു ഇച്ചിരി നമ്മൾ ഒഴിച്ച വെള്ളത്തിനോ ഇച്ചിരി പോരാൻ തോന്നുവാന്നേൽ, അല്ലെങ്കിൽ ഇച്ചിരി ഫ്ലേവർ വന്നില്ല എന്ന് തോന്നുവാന്നേൽ, ഒരു പച്ചമണത്തിന്റെ മണം വരികയല്ലേ, അന്നേരം ഒരു ഇച്ചിരി നെയ്യും കൂടെ ഇട്ട് കുഴച്ചേച്ചാൽ മതി. ഏലക്ക ഒന്നും ഇപ്പം ഇടരുത്. ഏലക്കയൊക്കെ നമ്മുടെ ഈ ഫില്ലിങ്ങിനകത്ത് ചേർക്കുന്നുണ്ട്. അന്നേരം അതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഇച്ചിരി ഓവറായിട്ട് പോകും. അത് വേണ്ട, അതിന് ഇച്ചിരി ഇച്ചിരി ചേർത്തേച്ചാൽ മതി. ഈ വെള്ളം ഒന്ന് പറ്റി കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഇച്ചിരി മെനക്കേടാല്ലേ എനിക്കറിയാം, പക്ഷെ എന്നാലും ഉണ്ടല്ലോ ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. ഇച്ചിരി നെയ്യ് ഒഴിച്ചേച്ച്, നെയ്യുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി തേങ്ങ, ഒരുപാടൊന്നും വേണ്ട, ഒരു ഇച്ചിരി ചേർത്തേച്ചാൽ മതി. കാര്യം ചിലരിനകത്ത് ഈ പറഞ്ഞ പോലെ പഴം ഇടുന്നവരുണ്ട്, ഏത്തപ്പഴം കുഞ്ഞുഞ്ഞായിട്ട് അരിഞ്ഞിട്ടേച്ച് ചെയ്യാവുന്നവരുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് എങ്ങനെയാ വേണ്ടതെന്ന് വെച്ചാൽ. അത് ഈ ഒറ്റ കണ്ടീഷൻ എന്നാന്നറിയാവോ, നമുക്കിത് ഉണ്ട ഉരുട്ടാൻ പറ്റണം ഈ ഫില്ലിങ് അകത്ത് വെച്ചേച്ച്. ഇനിയിപ്പോൾ തേങ്ങ തിരുമിയത് ഇച്ചിരി എന്നാ പറയുക മുഴുത്ത് തിരുമുമ്പം പല ഇതിലായിട്ടല്ലേ വരുന്നത്. അത് ഇച്ചിരി ഒന്ന് കൂടിപ്പോയെന്ന് വെച്ചോ, ഒരേ സൈസിന് കിട്ടും. എല്ലാ അമ്മമാർക്കും അറിയാം, അത് മിക്സിക്കകത്ത് ഒരു അടി അടിച്ചത് മതി. പിന്നെ അതനുസരിച്ച് ഇതിനകത്തോട്ട് കുറച്ച് മധുരം കണക്കാക്കി, ഒരുപാട് മധുരം വേണ്ട.
എന്നാന്ന് വെച്ചാലേ നമ്മൾ പാൽപ്പായസത്തിനകത്തും ഒരു ഇച്ചിരി മധുരമുണ്ട്, ഇതിനകത്തും ഉണ്ട്. അപ്പൊ ഒത്തിരി മധുരം വന്നു പോയാൽ ഒരുമാതിരി മത്ത് പിടിച്ച പോലെയാവും. അന്നേരം അത് വേണ്ട. ഇതിനകത്ത് വലിയ പണിയില്ല, ഒരു ഇച്ചിരിയേ ഉള്ളൂ. പിന്നെ ഈ കൂട്ടിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ജീരകം ചുക്കും കൂടെ പൊടിച്ച് ചേർക്കാം. ഞാനിപ്പോ തൽക്കാലം ഏലക്ക മാത്രമേ ഇടുന്നുള്ളൂ. ഇഷ്ടം ഉണ്ടെങ്കിൽ ഇനിയിപ്പോ നമ്മൾ ഇലയപ്പം ഉണ്ടാക്കുവാന്ന് വിചാരിച്ചു, അന്നേരം അതിനകത്തോട്ട് ഒരു ഇച്ചിരി ചുക്കും ജീരകവും കൂടെ പൊടിച്ച് ചേർക്കാമെങ്കിൽ നല്ല മണവാ. ഗുണവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാര്യം ചിലരാലോചിക്കും കൊച്ചേ മണം മാത്രമേ ഉള്ളൂ, ഗുണമൊന്നും ഇല്ലേന്ന്. രണ്ടും ഉണ്ട് കേട്ടോ. അപ്പൊ ചേർത്ത് നോക്കിയാൽ നല്ല സ്വാദ് വന്നു. അത് മാത്രമല്ല ഇലയപ്പം മറ്റേ എന്താ പറയാ വേവുമ്പോഴത്തൊക്കെ നല്ലൊരു മണമല്ലേ. ഇതിനകത്തോട്ട് ഇനിയിപ്പോ ഞാൻ ചേർക്കാൻ പോകുന്ന കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയുവാ. ഇതിപ്പോ ഞാൻ പൊടിച്ചിരിക്കുന്ന അതിന്റെ പൗഡർ ആക്കിയിട്ടാ. കാര്യം എന്താണെന്നറിയാം, മുഴുത്ത കഷ്ണാക്കി ഇടുവാന്നേല് നമുക്ക് ഉണ്ട ഉരുട്ടാനായിട്ട് ഒരു ഇച്ചിരി പ്രയാസമല്ലേ, അതിന്റെ ആ ഒരു തരി ഇങ്ങനെ തട്ടി നീക്കും. അതല്ല ഇച്ചിരി പൊടിയുവാന്നേല് അതിന്റെ ആ ഫ്ലേവറും വരും. എന്നാൽ കുറച്ച് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടല്ലോ എന്നൊരു സമാധാനം. ഇതിനകത്ത് ഇത് മുന്തിരിങ്ങ ഇടുന്നേ. ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. ഇനി ഇതിനകത്ത് കിടന്ന് ഇത് നല്ലതായിട്ടൊന്ന് എന്താ പറയാ ആ ശർക്കരയും നെയ്യും തേങ്ങായും എല്ലാം ഒന്ന് നല്ലതായിട്ടൊന്ന് വഴന്ന് എന്താ പറയാ വരട്ടിയെടുക്കാന്നൊക്കെ പറയില്ലേ, അത് സാധനമാണ്. മുന്തിരിങ്ങയൊക്കെ ഇച്ചിരി അടിച്ചു കഴിയുമ്പോഴത്തേന് അതിങ്ങനെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ സ്പൂണേ ഇട്ടപ്പോ കണ്ടില്ലായിരുന്നോ, അത് ഇച്ചിരി ഉണ്ട കിട്ടിയിരുന്നില്ലേ. അന്നേരം നമ്മൾ ഈ വരട്ടിയെടുക്കുമ്പോഴത്തേന് അതെല്ലാം വിട്ടു പോകുന്നോളും. അതൊന്നും ടെൻഷൻ ആക്കണ്ട. ചില സമയം നമ്മൾ വിചാരിക്കും ഇത് അരഞ്ഞു പോയി, സാരമില്ല. എന്നാലും ഇതിനകത്ത് ആ ഒരു ടേസ്റ്റ് വരുമ്പം ഒരു പ്രത്യേക രുചിയാ. വിഷു സമയത്ത് ശരിക്കും പറഞ്ഞ ഏറ്റവും ഇളയകളാണെന്നില്ല ഏറ്റവും എപ്പോഴും പറയുന്നത് എന്നാന്നറിയോ, നമുക്ക് വിഷു ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്റെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടല്ലോ, വിഷു ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് കൈനീട്ടം മാത്രമായിരിക്കും നമ്മുടെ ഏക ലക്ഷ്യം അല്ലേ. ഇനിയിപ്പം ഞങ്ങളുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടോ എന്നറിയില്ല, പക്ഷെ എൻ്റെ വീട്ടിൽ കുറവായിരുന്നു. ഉള്ള നേര് പറയായിരുന്നല്ലോ, ഈ പറഞ്ഞ പോലെ വിഷുക്കണി ഒരുക്കുക, കണി കാണുക, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഏട്ടൻ്റെ അവിടെ വന്നേ പിന്നെ ഞാൻ ശരിക്കും ഇതേപോലെ ഉരുളിയിലെല്ലാം സാധനം വെച്ച് അമ്മ എല്ലാം ഒരുക്കുന്നത് ഞാൻ കണ്ടുപഠിച്ചതും അമ്മയുടെ അടുത്ത് നിന്നാണ്. ഇനി ഇതിനകത്തോട്ട് ഇതൊരു ഇച്ചിരി വരണ്ട് വന്നിട്ടുണ്ട്. ഇച്ചിരി നെയ്യ് വേണമെന്നുള്ളവർക്ക് അത് ചേർക്കാം. ഞാനിപ്പോൾ ഇച്ചിരി ചേർക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ആദ്യം ചേർത്ത നെയ്യൊക്കെ ഇച്ചിരി ആ പാനിൻ്റെ ബോട്ടത്തിലുണ്ട്. അന്നേരം പിന്നെ വേണ്ട. ഇനി ഇതിനകത്ത് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫ്ലേവറിങ് ഏജന്റ് എന്നാന്നറിയോ, ഞാൻ ഏലക്ക മാത്രമേ എടുത്തുള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ പറഞ്ഞത് ഇച്ചിരി ചുക്കും ജീരകവും കൂടെ അതിൻ്റെ സമം എടുത്തുന്ന. ചുക്ക് ഒരുപാട് വേണ്ട, ഒരു ഇച്ചിരി മതി. ജീരകവും ഒരു ചുക്കിനെക്കാട്ടിലും ഒരു ഇച്ചിരി കൂടുതൽ ജീരകം, ആ കണക്കിന് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാമെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് വരും. പക്ഷെ പായസത്തിന് ഞാൻ പറയുന്നില്ല, കോഴിക്കട്ട അല്ലെന്നുണ്ടെങ്കിൽ ഇലയപ്പം ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ചേർത്താൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇത് അധികം പണിയില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഇതങ്ങനെ നമ്മൾ വരട്ടി ഒരുപാട് വരട്ട് വന്നേൽ ഇത് ഒരുമാതിരി കല്ല് പോലെ ആയിപ്പോവും. പക്ഷെ അന്നേരം സ്വാദുണ്ടാവില്ല. പക്ഷെ ഇതൊരു ഇച്ചിരി ആ തേങ്ങായും നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഏലക്ക എല്ലാം കൂടെ ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ വേണ്ട തീ അങ്ങ് ഓഫ് ചെയ്തേക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഇനി ഉരുളി നമ്മുടെ അടുപ്പയിലോട്ട് വെക്കേണ്ട ചടങ്ങ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉരുളി വെക്കുന്നതിന് മുന്നേ ഞാനിതൊന്ന് കുഴച്ചേച്ച് ഒരു ഉരുള ഉരുട്ടി കാണിക്കാം. മാവ് നല്ല അസലായിട്ട് കുഴയണേ. എന്നാന്നറിയോ, ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോൾ മാവ് കുഴയ്ക്കുമ്പോൾ വേണ്ട ഈ ഭൂമിയൊക്കെ ഇരിക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഇരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ചപ്പാത്തി മാവൊക്കെ നല്ല എണ്ണയൊക്കെ തേച്ച് കുഴയ്ക്കുമ്പോഴത്തേക്ക് ഒരു മയം അതിൻ്റെ മേടി വരികയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് വേണം നമ്മളിത് കുഴയ്ക്കാനായിട്ട്. മാവിന് നല്ല മയം വേണം, നല്ല ടേസ്റ്റ് വരുള്ളൂ. മാത്രമല്ല കോഴിക്കട്ട പൊട്ടാതിരിക്കത്തുള്ളൂ. അഥവാ നമുക്ക് കയ്യിലെല്ലാം ഇങ്ങനെ പറ്റി പിടിക്കുവാന്നേല ഒരു കാര്യം ചെയ്ത് വെച്ചിട്ട് നെയ്യ് തടവി വെച്ച് മാവ് അങ്ങോട്ട് കുഴച്ചേച്ചാൽ മതി. ഒത്തിരി അങ്ങ് ചേർത്തേക്കരുത്. ഇനിയും മോട്ടുവാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ഷമയില്ലാതെ അങ്ങ് നെയ്യ് ചേർത്തേക്കരുത്. അന്നേരം ഒത്തിരി നെയ്യായിപ്പോവും, പിന്നെ കൊള്ളുകയില്ല. നമുക്ക് ഇച്ചിരി ഒന്ന് ആ മാവ് ഒന്ന് മയപ്പെടുത്താൻ വേണ്ടി മാത്രം ഒന്ന് തൊട്ട് തടവി വെച്ചാൽ മതി. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലൊക്കെ മാവാ. അന്നേരം ഞാനൊരു ഇച്ചിരി നെയ്യ് എൻ്റെ കയ്യിലോട്ട് എടുക്കുക. അതുപോലെ തന്നെ ഇച്ചിരി നെയ്യ് കൈപ്പത്തിയിലോട്ട് എടുക്കുക. അന്നേച്ച് ഒരു ചെറിയ ഉരുള, മാക്സിമം ചെറുതാക്കാൻ പറ്റുന്ന അത്രയും ചെറുതാക്കുക. കാര്യം ഇതിനകത്ത് ഈ ഫില്ലിങ് വെക്കാനുള്ളതാ. നെയ്യ് തേക്കുവാന്നേൽ കയ്യിൽ അധികം ഒട്ടിപ്പിടിക്കുകയില്ല.
പിന്നെ നമ്മൾ ഫില്ലിങ് വെക്കുമ്പോഴത്തേന് എപ്പോഴും ഒരു കാര്യം ആലോചിച്ചോണേ, ആ ഫില്ലിങ്ങിനകത്ത് നിന്ന് പൊട്ടി പോകരുത്. ഒരുപാടങ്ങ് ചേർക്കാൻ നിൽക്കണ്ട, ഒരു ഇച്ചിരിയും കൂടി. ഈ പറയുന്ന എനിക്കാന്നേലും ചില സമയം അളവ് തെറ്റാറുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇച്ചിരി ഇത്രയും മുഴുപ്പ് മിനിമം കിട്ടുള്ളൂ. എന്നാ പറയാ, ഇത് ചെറുതാക്കാൻ പറ്റിയ ഞാൻ അവർ മിടുക്കരാന്ന് പറയും. ഞാൻ എന്തായാലും ഇത്രയും മിടിക്കുകയുള്ളൂ, എനിക്ക് ഇത്രയും ഒക്കുന്നുള്ളൂ. ഇനി എന്താ പറയുക, ഇതിന്റെ വലുപ്പം കുറയുന്നതാ ഏറ്റവും നല്ലത്. അപ്പൊ എന്താ പറയുക, ആ പായസത്തിൽ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ നല്ല രസമല്ലേ. ഇനി ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ആസ് യൂഷ്വൽ നമ്മുടെ പാൽപ്പായസമാണ്. ആദ്യം നെയ്യ് ഒഴിക്കും. നെയ്യ് എന്നത്തിനാണ് ഒഴിക്കുന്നത് വെച്ചാൽ ഫസ്റ്റ് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്തെടുക്കാൻ. ഇനി ബാക്കിയെല്ലാം നമ്മുടെ പാൽപ്പായസം ചെയ്യുന്ന കൂട്ട് തന്നെയാ. പക്ഷെ ഇതിനകത്ത് ചേച്ചി എന്നെ പഠിപ്പിച്ച എന്നാന്നറിയാവോ, ശർക്കര പായസത്തിൽ ചെയ്യാനാ പറഞ്ഞേ. പക്ഷെ ഞാൻ ശർക്കര പായസത്തിൽ ചെയ്യാതെ പാൽപ്പായസത്തിലോട്ട് കയറി എന്നാന്നറിയോ, ഇതിനകത്ത് നമ്മൾ ശർക്കരയുടെ ഫില്ലിംഗ് അല്ലേ വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ കഴിക്കുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ട് വരികയില്ല. അന്നേരം ഞാൻ വിചാരിച്ചു എന്നാൽ പാൽപ്പായസത്തിൽ ഒന്ന് ചെയ്താലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചെയ്തതാണ് പാൽപ്പായസം. ആദ്യം ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും നെയ്യിലിട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കുക. ഇനി ഇതിനകത്തൊരു ഓപ്ഷൻ കൂടെ ഞാൻ തരാം. എന്നാന്നറിയോ, ചിലർക്ക് പാൽപ്പായസം ഭയങ്കര ഈ ഒരു പിങ്ക് കളറിലിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടം. വൈറ്റ് കളറിലിരിക്കുന്നത് പറയും, ഓ ഇത് ഒരു സുഖമായില്ല എന്ന് പറയും. അപ്പൊ ഇതിനകത്ത് സുഖമായില്ല എന്ന് പറയുന്ന കുറച്ച് പേരേ ഉള്ളൂ. കുറച്ച് പേര് നല്ലതാന്ന് പറയുന്നവരുണ്ട്. ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാര്യം നമ്മുടെ നാവിന്റെ രുചിയാണല്ലോ ഏറ്റവും പ്രധാനം. അപ്പൊ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനിയിപ്പോ അഥവാ ഇച്ചിരി ഒരു പിങ്ക് കളർ നമുക്ക് വേണം എന്ന് തോന്നുവാന്നേല് ഒരു കാര്യം ചെയ്തു, ഒരു ഇച്ചിരി പഞ്ചസാര കരിച്ച് വെച്ച് കാരമലൈസ് ചെയ്ത് അതിനകത്തോട്ട് ഒരു ഇച്ചിരി എന്നാ പറയാ, ആദ്യം ഇച്ചിരി വെള്ളം ചേർക്കണം. പെട്ടെന്ന് പാലെടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എങ്ങാനും പാല് പിരിഞ്ഞു പോയാലെടുക്കും. അതുകൊണ്ട് എന്നാ ചെയ്യണം, പഞ്ചസാര കരിച്ചേച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ച് അതൊന്ന് ലൂസാക്കി വെച്ചതിന് ശേഷം വേണം പാല് ചേർക്കാനായിട്ട്. അതിനിപ്പോൾ അഥവാ ലൂസാക്കി വെച്ചേച്ച് ഇച്ചിരി തണുത്തേച്ച് നമ്മുടെ പാൽപ്പായസത്തിലോട്ട് ഒഴിച്ചോ, എന്നാലും കുഴപ്പമില്ല. തണുത്തേച്ച് ഒഴിച്ചാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ ഒരു എന്താ പറയാ, പാലെങ്ങാനും പിരിഞ്ഞു പോയാൽ പിന്നെ ഒന്നേന്ന് തുടങ്ങണ്ടായോ. അതിനെക്കാട്ടിലും നല്ലത് ഇത് തന്നെയാണ്. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങായി ഒരു ഇച്ചിരി മൂത്തു, അതിങ്ങനെ എടുക്കുക. നമ്മുടെ ഉരുളി നല്ല ചൂടാ. അന്നേരം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നെയ്യും ഉണ്ട്. അപ്പൊ എന്നാന്ന് വെച്ചാൽ ഞാൻ ഒരു ഇച്ചിരി പാലാദ്യം ഒഴിക്കുക. ചൂടാന്നു. ഈ പാല് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ കൊഴുക്കട്ട അതിനകത്തോട്ട് ഇട്ട് ഒന്ന് വേവിക്കും. ഓൾറെഡി മാവ് പകുതി വെന്തതാ. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ പാൽ ഒരിച്ചിരി തിളച്ചേച്ച് കൊഴുക്കട്ട ഇട്ടാൽ മതിയേ, അല്ലെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞു പോയാൽ എടുക്കും. അപ്പൊ ഇതെല്ലാം എനിക്ക് പറ്റിയ അബദ്ധങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇനിയിപ്പോൾ അഥവാ നമുക്ക് ഈ പാലിനകത്തോട്ടിട്ട് വേവിക്കാൻ പറ്റുന്നില്ല, അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലർ ഈ പറഞ്ഞ പോലെ പാലും വെള്ളവും ഒന്ന് തന്നെയാ. ഐ മീൻ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ, അതായത് പാലിലിട്ട് കൊഴുക്കട്ട തിളപ്പിച്ചാലും വെള്ളത്തിൽ ഇട്ട് കൊഴുക്കട്ട തിളപ്പിച്ചാലും കൊഴുക്കട്ട പൊടിഞ്ഞു പോകുന്നു എന്നുള്ളൊരു എന്നാ പറയാ, ഒരു പ്രയാസം വരികയല്ലേ. അന്നേരം നമുക്ക് തന്നെ മനസ്സുകൊണ്ട് ഒരു വിഷമം തോന്നും, അയ്യോ ഞാൻ ഉണ്ടാക്കിയത് മുഴുവൻ കുളമായെന്ന് വിചാരിക്കുവേ. അന്നേരം അങ്ങനെ ഒരു പേടി ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തു, നമ്മൾ ഈ ഒരു കൊഴുക്കട്ട ഉണ്ടാക്കി വെച്ചാൽ അപ്പച്ചെമ്പിനകത്ത് വെച്ച് ആവിയേറ്റ് വേവിച്ച് വെക്കാമല്ലോ. അന്നേച്ച് നമ്മൾ പാൽപ്പായസം ആയതിനു ശേഷം പായസത്തിനകത്ത് ചേർക്കേണ്ടതൊക്കെ ചേർത്തേച്ച് നമ്മൾ കൊഴുക്കട്ട ചേർത്തേച്ചാൽ മതി. അപ്പൊ അതാകുമ്പോൾ അതും നമുക്കൊരു ടെൻഷൻ ഇല്ല. എന്നാ പറയുന്നത്, ചീത്തായി പോകുമെന്നോ കൊഴുക്കട്ട പൊടിഞ്ഞു പോകുമെന്നോ അങ്ങനെ ഒന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഇനി പാലൊരു ചെറുതായിട്ട് തിളച്ചു തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാന്ന് വെച്ചാൽ പാൽപ്പൊടി, നമ്മുടെ കണ്ടൻസ് മിൽക്ക് ഇതെല്ലാം ചേർക്കണം. അപ്പൊ അതിന് മുമ്പേ നമ്മൾ ഈ ഉണ്ട ഉരുട്ടി വെച്ചേക്കുമല്ലേ, അന്നേരം ഒരു 2-3 എണ്ണമായിട്ട് ഇടാൻ പോവാ. അത് അവിടെ കിടന്നൊരു ചെറിയ തീയേല് വേവട്ടെ. ഇനി എന്നാന്ന് വെച്ചാൽ ഈ കൊഴുക്കട്ട ഇതിനകത്ത് കിടന്ന ഒരു ശകലം നല്ലതായിട്ടൊന്ന് വെന്ത് വരുമ്പത്തേന് ഞാൻ പാൽപ്പൊടി കലക്കാം. ഇനിയിപ്പോ ശർക്കര ഉള്ളത് കൊണ്ട് എന്നാന്നറിയോ, ചിലപ്പോ ഒരു ബ്രൗൺ കളർ വരും.
പക്ഷെ അഥവാ വന്നില്ലെങ്കിൽ നമുക്ക് അഥവാ പിങ്ക് കളർ വേണം എന്ന് തോന്നുവാന്നേൽ ഇച്ചിരി പഞ്ചസാര കരിച്ചു വെച്ചു. കുറച്ച് പാൽപ്പൊടി. ആക്ച്വലി ഞാൻ പാൽപ്പായസം സാധാരണ ഞാൻ വീട്ടിൽ ചെയ്യുമ്പോൾ ഈ പാൽപ്പൊടി, കണ്ടൻസ് മിൽക്ക് ഇതെല്ലാം ചേർക്കും. എല്ലാവരും ചേർക്കുമായിരിക്കും. ചിലയിടത്ത് ചിലര് പാൽപ്പൊടി അതൊന്നും ചേർക്കാറില്ല. പക്ഷെ ഇത് ചേർക്കുമ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി കൂടി നല്ല സ്വാദാ. പിന്നെ കൊഴുക്കട്ട അരിയിലാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. അന്നേരം എന്നാന്നറിയാവോ, ഒരു കാര്യം ഞാൻ പറയാം, ഇത് ഇച്ചിരി കുറുകുവേ. അന്നേരം പാലിന്റെ അളവ് കുറച്ച് കൂട്ടിക്കോണം. ഒത്തിരി അങ്ങ് കുറുകി പോകരുത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൊഴുക്കട്ട ഇളക്കിക്കോണം, ഇല്ലേൽ അടി പിടിക്കും. ഇതെല്ലാം ഉണ്ട്. അന്നേരം നമ്മുടെ കൈ ഇങ്ങനെ ഓടിക്കോണം. അന്നേരം ഞാൻ ആദ്യമേ പറഞ്ഞ് ഈ വിഷുവിന്റെ തിരക്കിന്റെ ഇടയിൽ തന്നെ ഇത് ഉണ്ടാക്കണമായിരുന്നു എന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു തരണ്ടേ, പ്രത്യേകം പഠിച്ച ഒരു സാധനം. അന്നേരം നമ്മൾ പഠിപ്പിച്ച വ്യക്തിയുടെ നിറവ് പോലെ തന്നെ ഇപ്രാവശ്യം നമ്മുടെ വിഷുവും അതുപോലെ നിറവായിരിക്കട്ടെ. പാൽപ്പൊടി ഒരു ഇച്ചിരി പോരാൻ തോന്നുവാന്നേല് കുറച്ചുകൂടെ ചേർക്കാം, അതൊന്നും വിഷയമല്ല. ഇതൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ കിടന്നിട്ട് അങ്ങോട്ട് ആവുന്നതാണ് നല്ലത്. എന്നാന്ന് വെച്ചാൽ ആ കൊഴുക്കട്ടയിൽ ഇതെല്ലാം പിടിക്കും. ആ പാൽപ്പൊടിയുടെയും പാലിന്റെയും ആ ശർക്കരയുടെയും എല്ലാത്തിന്റെ ആ ടേസ്റ്റ് അങ്ങ് പാലിലോട്ട് അങ്ങ് ഇറങ്ങട്ടെ. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഇച്ചിരി കണ്ടൻസ് മിൽക്ക് കൂടെ ചേർക്കുക. കണ്ടൻസ് മിൽക്ക് വേണമെങ്കിൽ ഒരു ടിന്നോളം ആവാം. ഇനിയിപ്പോ അത് അത്രയും മധുരം വേണ്ട എന്ന് തോന്നുവാന്നേൽ ഇതിനകത്ത് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നറിയോ, പഞ്ചസാര അധികം ചേർക്കുന്നില്ല. കണ്ടൻസ് മിൽക്കും ശർക്കരയുടെയും പാൽപ്പൊടിയുടെയും ഒക്കെ മധുരം ഇതിനകത്തുണ്ട്. ഇനിയിപ്പം മധുരം വേണം വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ കുറച്ച് വേണം, അത് ഇച്ചിരി ചേർത്തേച്ചാൽ മതിയേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏകദേശം കണ്ടൻസ് മിൽക്കോ ഏകദേശം ഒരു ടിന്നോളോ അല്ലെങ്കിൽ ഒരു ടിന്ന് തന്നെ കണക്ക് വെച്ചോ, അതങ്ങ് ചേർക്കുവാന്നേൽ ഭയങ്കര ടേസ്റ്റ്. ശരിക്കും വിഷു കൈനീട്ടം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അതായിരുന്നു. പായസം ഉണ്ടോ സദ്യ ഉണ്ടോ, ഞങ്ങളുടെ ചെറുപ്പത്തിലെ ഇവിടെ ഏട്ടൻ്റെ അടുത്ത് വന്നേ പിന്നെ അല്ല, ഞങ്ങളുടെ ചെറുപ്പത്തിലെ പായസം ഉണ്ടോ സദ്യ ഉണ്ടോ അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. ഈ പറഞ്ഞ പോലെ കൂട്ടുകുടുംബവും കൂടെ ആയപ്പോഴത്തേനെന്നാ അപ്പച്ചൻ മുതല് പിന്നെ ചിറ്റമ്മമാര്, അവിടെ ചിറ്റപ്പനും ചിറ്റ അങ്ങനെയൊന്നുമില്ല, അങ്കിളും ആന്റിയും തരണം. അപ്പത്തേക്ക് എൻ്റെ അങ്കിളും എല്ലാവരും പറയും, എടി അതൊരു ഫാമിലി, അന്നേരം ഒരാൾ തന്നാൽ പോരെ, പറ്റിയല്ല, 1 രൂപ അന്നേരം 1 രൂപ തന്നു ഒക്കത്തോളെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിള്ളേര് ഈ കൂട്ടുകുടുംബത്തിനകത്ത് നിന്ന് അങ്ങനെ ഒരു ചെറിയ ഗുണങ്ങളുണ്ട്. മാത്രമല്ല വിഷു ഓണം ഇതെല്ലാം വരുമ്പോഴത്തേക്ക് ഒരുമിച്ചിരുന്ന് ഉണ്ണുന്നതിൻ്റെ ഒക്കെ ഒരു സന്തോഷം ഉണ്ടല്ലോ. ശരിക്കും അത് ഇന്ന് എനിക്ക് അതൊരു സന്തോഷമായ ഓരോ നിമിഷങ്ങളാന്നേലും നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഒത്തിരി കോമ്പാക്റ്റ് ആയി വരും. അത് വേണ്ട കേട്ടോ, നല്ലപ്പോഴാന്നേലും എല്ലാവരുമായിട്ട് ഒന്ന് ഒത്തുകൂടി ഈച്ച് ആൻഡ് എവറി മൂമെന്റ് നമ്മൾ ഏറ്റവും സന്തോഷകരമാക്കാൻ പറ്റുവാന്നേൽ ഏറ്റവും നല്ലതാട്ടോ. ഈ ഇടയിൽ ഞാൻ സുരേഷ് ഗോപി സുരേഷ് ചേട്ടനെ കണ്ടപ്പോഴത്തേക്ക് വിഷുവിൻ്റെ അന്നാ കണ്ടേ കഴിഞ്ഞ പ്രാവശ്യം. അന്നേരം സുരേഷ് ചേട്ടനോട് ഞാൻ പറഞ്ഞു, സുരേഷ് ചേട്ടാ എനിക്ക് വിഷു കൈനീട്ടം തരുമെന്ന് പറഞ്ഞു. അപ്പൊ വിഷു കൈനീട്ടം തന്ന എത്രയെന്നറിയാം, എനിക്ക് 1 രൂപ എടുത്തു തന്നേച്ച് പറഞ്ഞു. ഞാൻ പറ്റിയല്ല സുരേഷ് ചേട്ടാ, എനിക്ക് ആ പോക്കറ്റിൽ ഇരിക്കുന്ന ഇങ്ങോട്ട് തരാൻ പറഞ്ഞേ. അന്നേരം സുരേഷ് ചേട്ടൻ എന്നോട് പറഞ്ഞു എന്തറിയോ, ഇനി ഇപ്പം ഈ നിമിഷം ഈ മുഹൂർത്തം എന്ന് പറയുന്നത് എന്താ മുഹൂർത്തത്തിനാണ് നീ വാല്യൂ കൊടുക്കേണ്ടത്, അതായത് മൂല്യത്തിന് വാല്യൂ കൊടുക്കരുത്. ഞാൻ പറഞ്ഞു സുരേഷ് ചേട്ടാ, കുഞ്ഞുനാൾ പോലെ ഞാൻ ശീലിച്ചത് തിരിച്ചാണ്, എനിക്ക് ഇപ്പം ഇന്ന ദിവസം അതിന് എന്നെ കാശിന് കൂടുതൽ എനിക്ക് തരാൻ പറഞ്ഞു. പക്ഷെ ആ സമയത്ത് എനിക്ക് 1 രൂപ കിട്ടിയുള്ളെങ്കിലും പിന്നെ അദ്ദേഹം ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് എനിക്ക് സത്യമായിട്ടും കൈ നിറവേ തന്നോളൂ, സന്തോഷമുള്ളൂ. അടുത്ത വിഷു ആയി. അപ്പൊ ഇന്നും ഞാൻ സത്യം പറഞ്ഞാൽ രാവിലെ പോയി വിഷു കൈനീട്ടം മേടിച്ചു. സുരേഷ് ചേട്ടനെന്നും അതെ, രാധികേച്ചിയുടെന്നും അതെ, അവിടെ ഒരു ഫാമിലി ആയിട്ട് കൂട്ടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അത് ചേച്ചി ഇത് ചേട്ടൻ അങ്ങനെ തന്നെ മേടിക്കുള്ളൂ. അപ്പൊ ഇനി നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പായസം ഒരിച്ചിരി സമയം എടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇതിനകത്ത് സേമിയ ചേർക്കുന്നതെങ്കിൽ സേമിയ ബേസിക്കലി മൈദയാന്നു. അന്നേരം എന്താണ് ചെയ്യുന്നത്, മൈദയ്ക്ക് ഒരു ചെറിയ കുറുകൽ ബേസിക്കലി വരും. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് സ്പെഷ്യലായിട്ടൊന്നും ചേർക്കണ്ട. എന്നാൽ അരിപ്പൊടിക്കകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനും കുറുകലുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഇനി എന്നാന്നറിയാം, നമുക്കൊരു ധൃതി കൂടി നമ്മളെ സമയത്തൊക്കെ ആയത് ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചു. അന്നേരം എന്നാ ചെയ്യണമെന്ന് അറിയാവോ, ഇച്ചിരി ചൗവരി കാച്ചിടാം, അന്നേരം പെട്ടെന്ന് കൂറുകും. പക്ഷേ ഈ പെട്ടെന്ന് ആക്കി എടുക്കുന്നതിനുണ്ടല്ലോ ചില സാധനങ്ങൾ, അതും ഞാൻ പറയട്ടല്ലോ, പെട്ടെന്നൊരു കാര്യം, ചില കറികളോ ബിരിയാണിയോ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര സ്വാദായിരിക്കും. നമ്മൾ മെനക്കെട്ട് ഉണ്ടാക്കുമ്പോൾ അത് കുളമായി പോകും.
എന്നാൽ പായസം അങ്ങനത്തെ ഒക്കെ സാധനങ്ങളുണ്ടല്ലോ, ഇച്ചിരി പാലൊക്കെ വറ്റി കുറുകി വരുമ്പോഴേ അതിൻ്റെ ഒരു സ്വാദ് വരത്തുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു പിങ്ക് കളർ, അതും കൂടെ ഒന്ന് വരണമെന്നുണ്ടെങ്കിൽ ആ പാലൊക്കെ ഇച്ചിരി കുറുകി വരണ്ടായോ. പിന്നെ ഈ പറഞ്ഞ പോലെ ആ ശർക്കരയൊക്കെ ഒന്ന് ഇളകി അതിനകത്ത് നിന്ന് ആ ഒരു സ്വാദ് ഇറങ്ങണം. ഇതെല്ലാം ചെയ്യണമെങ്കിൽ ഒരു ഇച്ചിരി സമയം എടുക്കും. പക്ഷെ നമ്മുടെ ഇന്ന് ഇത്രയും നേരം നമ്മൾ പായസത്തിന്റെ കാര്യത്തെ പറ്റിയാ ഇത്രയും നേരം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. എന്നാ അല്ലേ, ഇന്ന് വരുന്ന ഗസ്റ്റ് ആരാണെന്ന് അറിയണ്ടായോ? അത് സ്പെഷ്യൽ ഗസ്റ്റാ. എനിക്ക് തോന്നുന്നത് എന്നാന്ന് വെച്ചാല് നമ്മുടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ്. അതായത് ഒരു ദേവിയായിട്ടും വേളാങ്കണ്ണി മാതാവായിട്ടും ഒക്കെ എന്താ പറയാ വേഷം അഭിനയിച്ചിട്ടുണ്ട്. വേറെ ആരുമല്ല, നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു ഗേൾ നെക്സ്റ്റ് ഡോർ എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ തന്നെ ഒരു കുട്ടിയായിട്ട് കൂട്ടാം. വേറെ ആരുമല്ല വരുന്ന നമ്മുടെ എല്ലാവരുടെയും മലയാളികളുടെ എല്ലാവരുടെയും ഇഷ്ട നടിയായ നമിത പ്രമോദാണ് ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. നമിത ഓഫ്കോഴ്സ് നമുക്ക് കൈ നിറച്ച് ഈ പറഞ്ഞ പോലെ കൈനീട്ടം കൊടുക്കണം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നമ്മൾ ആർക്ക് കൈനീട്ടം കൊടുത്താലും അയ്യോ എന്ത് കൊടുക്കും, വിഷു അല്ലേ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആർക്കും കൊടുക്കരുത്. മനസ്സ് നിറഞ്ഞ് നിറവോടെ കൈ നിറച്ച് കൈനീട്ടം കൊടുക്കുക. ഇത് കൊടുക്കണമെങ്കിൽ ആ കുഞ്ഞിപ്പോൾ വന്നു കഴിയുമ്പോൾ എനിക്ക് അതിനോട് വർത്താനം പറയാനുണ്ടോ ഇഷ്ടം പോലെ. ഒരു നടി മാത്രമല്ല, ഇപ്പം ഷീസ് ആൻ ഓൺട്രപ്രണർ, അതിൻ്റെ വിശേഷം കൂടെ കേൾക്കണം. ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ഒരു കഫേ നടത്തുമ്പോഴുണ്ടാവുന്നതും ഒരു ആർട്ടിസ്റ്റാണ്. അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം നമുക്ക് അറിഞ്ഞ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ പായസം റെഡി ആവണം. പായസം റെഡിയായിട്ട് വിഷു കൈനീട്ടമൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇതിനകത്ത് ഇനി ഒരു പരിപാടിയില്ല. അണ്ടിപ്പരിപ്പ് ഒന്ന് കുറുകി കഴിയുമ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇടുക ഫസ്റ്റ്. സെക്കൻഡ്, ഇനി ആ പിങ്ക് കളർ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പഞ്ചസാര കാരമലൈസ് ചെയ്ത് അങ്ങനെ എടുത്തങ്ങ് ഒഴിച്ചേക്കല്. ഇച്ചിരി വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിക്കുമ്പോൾ അത് പെട്ടെന്ന് അങ്ങ് കട്ടിയാവേ, ഒരു ഉണ്ട പോലെ ആവും. അതൊന്ന് അലിയിക്കണം. അലിയിച്ച് ഇച്ചിരി ആറിയതിന് ശേഷം ഇതിനകത്തോട്ട് ഒഴിച്ചേച്ചാൽ മതി. ഇപ്പോൾ ഇതിൻ്റെ രുചി ഞാൻ നോക്കുമ്പോൾ എനിക്ക് മധുരം കറക്റ്റാണ്, കൂടണ്ട. ചിലർക്ക് ഒരുപാട് മധുരം ഇഷ്ടമാണെങ്കിൽ ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടോ. ഇനി ഇതിനകത്ത് ഞാൻ ചേർക്കാൻ പോകുന്നത് ഏലക്കായാണ്. ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന, അതുകൊണ്ട് അതും പഞ്ചസാരയാ, മിൽക്ക് മെയ്ഡ് പഞ്ചസാരയാ, ഈ പറഞ്ഞ പോലെ പാൽപ്പൊടി മധുരമുണ്ട്. അപ്പം അത് നോക്കിയിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ പോലെ പഞ്ചസാര ചേർക്കാൻ. മധുരം വേണ്ടിയവർക്ക് ചേർക്കാം, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. ഇനി കുറുകണമെന്നുണ്ടെങ്കിൽ ചൗവരി ചേർക്കാം. അതല്ല ചൗവരി ചേർക്കാൻ ഇഷ്ടമല്ല എന്നാലും കുറുകണം എന്നുണ്ടെങ്കിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരിമാവ് നമ്മുടെ പഞ്ചസാരപ്പാനിയില്ലേ അതിനകത്തോട്ട് കലക്കി ഒഴിച്ച് വെച്ചാലും മതി. പക്ഷെ അങ്ങനെയൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്വാദ് പോവേ. സമാധാനത്തിൽ എന്താ പറയുക, രുചിയോടെ വിളമ്പുക, അറിഞ്ഞ് വിളമ്പുക, രുചിയോടെ വിളമ്പുക എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ നമുക്കറിയാം ഇത് കുറുകിയാൽ മാത്രമേ രുചി വരുള്ളൂ.